ദുഃഖകരമായ സംഭവമാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് ഉണ്ടായത്. 13 പേര് മരിച്ചു, 25 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 6 പേരുടെ പരിക്ക് ഗുരുതരമാണ്. മന്ത്രി മഞ്ഞനാംകുഴി അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. പുറത്തുനിന്ന് ഡോക്ടർമാരുടെ സേവനം എന്തെങ്കിലും ആവശ്യമുണ്ടോ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നോ ഡോക്ടർമാർ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ അതിന് ആവശ്യമില്ല, അവിടെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരുണ്ട്. ഏറ്റവും മികച്ച ചികിത്സയാണ് പരിക്ക് പറ്റിയവർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു. ശ്രീ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ അരിയാടൻ മുഹമ്മദും ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറും ഒന്നിച്ച് ഞാൻ മലപ്പുറത്തേക്ക് പോവുകയാണ്. 6 പേർക്ക് ഗുരുതരമായ പരിക്കാണ്. പക്ഷേ അവർ രക്ഷപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനെക്കുറിച്ച് ഇനിയിപ്പം വിശദമായ ഒരു അന്വേഷണം കഴിഞ്ഞിട്ടേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. പക്ഷേ പ്രാഥമികമായിട്ട് ഓവർ സ്പീഡ് എന്നുള്ള നില വരുന്നുണ്ട്. ഓവർ സ്പീഡായിരുന്നു എന്ന ഒരു വിവരമാണ് ആദ്യം ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരങ്ങൾ. ഏതായാലും പരിശോധിക്കേണ്ടതുണ്ട്. വിലപ്പെട്ട ജീവനുകളാണ് നമ്മുടെ റോഡുകളിൽ നഷ്ടപ്പെടുന്നത്. നമ്മൾ ഗൗരവമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. റോഡ് അപകടങ്ങൾ തടയണമെന്നുണ്ടെങ്കിൽ കർക്കശമായ മുഖം നോക്കാതെയുള്ള നടപടി, മോട്ടോർ വാഹന നിയമവും ട്രാഫിക് റൂൾസും പാലിച്ചേ മതിയാകും. അത് പാലിക്കുന്നതിന് നമ്മൾ തയ്യാറാകേണ്ടി വരും.